2025 മേടം, ഇടവം, മിഥുന മാസങ്ങളിൽ ജനിച്ച ഭരണി നക്ഷത്രക്കാർ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടെങ്കിൽ നക്ഷത്രവും അറിയണം, ജനിച്ച മലയാള മാസവും അറിയണം. ജനിച്ച മലയാള മാസം എന്ന് പറയുന്നത് ഇപ്പം ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ കാലണ്ടറിൽ ജാനുവരി 10-ന് എന്താണ് മലയാള മാസം എന്ന് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മേടമാസത്തിൽ ജനിച്ചവർ, ഭരണി നക്ഷത്രം മേടമാസത്തിൽ ജനിച്ചവരുടെ കാര്യം ആദ്യം പറയാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളും നല്ലത് തന്നെയാണ്. വ്യക്തിപരമായിട്ട് നല്ലതാണ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായ ചെലവുകൾ കാണുന്നുണ്ട്. പണം നഷ്ടപ്പെട്ടുവോ, കളവ് പോവുക, ആരെങ്കിലും പറ്റിക്കുക, അതുവരെ ചിലപ്പോൾ ട്രാൻസ്ഫറിൽ ഉണ്ടാവുക. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. മെയ് മാസം പൊതുവെ നല്ലത് തന്നെയാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കോ, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ഇതിനോ സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ജൂൺ മാസത്തിൽ ജനിച്ചവർക്ക്, ജൂൺ മാസം പൊതുവെ ജനിച്ചത് മേടമാസം. ജൂൺ മാസം പൊതുവെ അവർക്ക് ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. പക്ഷേ കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. പണത്തിൽ അനാവശ്യമായ പണച്ചെലവുകൾ കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ ബിസിനസ് പോലെയുള്ളതിന് നല്ലതാണ്. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമല്ല. ജൂലൈ മാസം പൊതുവെ അവർക്ക് സഹോദരങ്ങൾക്കും മാതാവിനും എല്ലാം നല്ലൊരു മാസമായിട്ട് കാണുന്നു. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ സമയമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ അലച്ചിലുകൾ, അനാവശ്യമായ പണച്ചെലവ്, അല്ലെങ്കിൽ പണം കൈവന്ന് നഷ്ടപ്പെട്ടു പോവുക, ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവുക, വേണ്ടാതെ കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടരുത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും.
സഹോദരാദികൾക്കെല്ലാം നല്ല കാലം. പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പ്രതീക്ഷിക്കാത്ത തരത്തിൽ പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പോൾ പണനഷ്ടം സംഭവിക്കാം. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഒക്ടോബർ മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുക. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്. ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം. നവംബർ മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പല ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ചിലപ്പോൾ പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, പറ്റിക്കുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഡിസംബർ മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. അച്ഛനും മക്കൾക്കും എല്ലാം നല്ല ഒരു കാലമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പൊതുവെ ഒരു ഭാഗ്യമുള്ള ഒരു മാസമാണ്. പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പണം അനാവശ്യമായി കളവ് പോവുക, കഷ്ടപ്പെട്ടു പോയി, ഇതിനെല്ലാം പറ്റിക്കുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നു. ഇനി നമുക്ക് ഇടവമാസം ജനിച്ചവരുടെ കാര്യം നോക്കാം. ഭരണി നക്ഷത്രം ഇടവമാസം ജനിച്ചവർ, അവർക്ക് ജാനുവരി മാസം പൊതുവെ തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. എല്ലാ കാര്യത്തിലും വിജയം നേടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു. വ്യക്തിപരമായ, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും എല്ലാം നല്ല മാസമാണ്. ഏപ്രിൽ മാസം പൊതുവെ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ആരെങ്കിലും പറ്റിക്കാൻ, ചതിയിൽപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായിട്ട് പണം നഷ്ടപ്പെട്ടു പോകുക, ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. മെയ് മാസം പൊതുവെ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പണമെല്ലാം കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും.
സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലൊരു പീരീഡാണ് മെയ് മാസം. ജൂൺ ജൂലൈ മാസങ്ങൾ നല്ലത് തന്നെയാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ സഹോദരങ്ങൾക്ക് അത്ര നല്ലൊരു സമയമായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ ചെറിയ അലസതയിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. സഹോദരങ്ങൾക്കെല്ലാം നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുന്ന ഒരു മാസമാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ്. സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും, എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. വിദേശ ഇടപാടുകൾക്കെല്ലാം പറ്റിയ മാസമാണ്. വിദേശത്ത് പോകാൻ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ കുറച്ച് മനസമാധാനക്കുറവ്, ടെൻഷനും കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരാദികൾക്കും അത്ര നല്ലൊരു സമയമല്ല. നവംബർ ഡിസംബർ മാസങ്ങളും കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം വളരെ നല്ലതായിട്ട് കാണുന്നു. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും, എന്തെങ്കിലും പണമെല്ലാം കിട്ടേണ്ടി എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ഡിസംബർ മാസത്തിൽ മാത്രം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണും. ഇനി മിഥുനമാസം ജനിച്ചവരുടെ ഫലം നോക്കാം. അവർക്ക് മിഥുനമാസം ജനിച്ചവർക്ക് നക്ഷത്രം ഭരണി തന്നെ. ജാനുവരി മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും, എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, സഹോദരാദികൾക്കെല്ലാം നല്ല സമയമാണ്, മാസമാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ബാധ്യ തടസ്സങ്ങൾ, അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുന്നതിനുള്ള സാധ്യതയും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണ്, കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ്. പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പണം ചിലപ്പോൾ അനാവശ്യമായി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടുകയോ കളവ് പോവുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട്. അതേസമയം മാർച്ച് മാസത്തിൽ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും ബാധ്യതടസ്സങ്ങളും എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടേക്കാം. ഏപ്രിൽ മെയ് മാസങ്ങളും തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്. സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ്. പക്ഷേ ചിലവ് നിയന്ത്രിക്കണം, അനാവശ്യ ചിലവ് നിയന്ത്രിക്കണം.
അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതകൾ ആരെങ്കിലും പറ്റിക്കുക, ഇതിനെല്ലാം സാധ്യതയും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജൂൺ മാസം പൊതുവെ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, വിദേശത്തേക്കെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിനെല്ലാം പറ്റിയതാണ്. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. പക്ഷേ കുടുംബപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ജൂലൈ മാസം വളരെ നല്ലതായിട്ട് കാണുന്നു. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി, വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ടെല്ലാം നല്ലൊരു മാസമായിട്ട് കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ടെല്ലാം നല്ല മാസമാണെങ്കിലും മാതാവിന് സഹോദരങ്ങൾക്കൊന്നും അത്ര നല്ല മാസമായിട്ട് തോന്നുന്നില്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പോൾ ധനനഷ്ടം സംഭവിക്കാം. കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസം അല്ല. സെപ്റ്റംബർ മാസവും തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും. കെട്ടിട നിർമ്മാണത്തിനെല്ലാം പറ്റിയ സമയമാണ്. വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ സമയമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലൊരു മാസമാണ്. പക്ഷേ സഹോദരങ്ങൾക്കും മക്കൾക്കും അത്ര നല്ലൊരു സമയമായിട്ട് തോന്നുന്നില്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഒക്ടോബർ മാസം അതേപോലെ തന്നെ വ്യക്തിപരമായി, ആരോഗ്യപരമായി നല്ലതാണ്, തൊഴിൽപരമായിട്ട് നല്ലതാണ്, ജോലി കിട്ടാൻ, പ്രൊമോഷനെല്ലാം നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. എന്നാൽ കുറച്ച് മനസ്സമാധാനക്കുറവും ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. മക്കൾക്കും സഹോദരങ്ങൾക്കും അത്ര നല്ല സമയമൊന്നും അല്ല. നവംബറും ഡിസംബർ മാസം പൊതുവെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. സഹോദരങ്ങൾക്കും അത്ര നല്ലൊരു മാസമൊന്നുമല്ല. അതുപോലെ തന്നെ കേസ് വഴക്കിലൊന്നും തലയിടാതെ നോക്കണം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇതാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അവർ മേടത്തിലോ ഇടവത്തിലോ മിഥുനമാസത്തിലോ ജനിച്ചതാണെങ്കിൽ അവർക്ക് 2025 ഫലം.